ഓം ശാന്തി 2/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡബിൾ അഹിംസകരായ ആത്മീയ സേനയാണ്. നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് തൻ്റെ ദേവീ രാജധാനി സ്ഥാപിക്കുകയാണ്. ലോകചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറുമുള്ള വലിയ വലിയ മാറ്റങ്ങൾ, അത് രാഷ്ട്രീയപരമായ മാറ്റമാകട്ടെ അല്ലെങ്കിൽ സാമൂഹികപരമായ മാറ്റമാകട്ടെ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിംസയോ അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുകയോ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബാബ നമ്മളെ അഹിംസ പരമോധർമ്മി ആക്കുകയാണ്. ഡബിൾ അഹിംസകരായ ആത്മീയ സേനാനികളാണ് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ഡബിൾ അഹിംസകരെന്നാൽ നാം കാമവികാരത്തിനും അതുപോലെ ക്രോധത്തിനും അടിമയാകുന്നില്ല. ഇവയിൽ നിന്ന് ഉപരിയായ അഹിംസകരായ സേനാനികളാണ്. നാം യുദ്ധം ചെയ്യുന്നത് മായയോടാണ്, വികാരങ്ങളോടാണ്, ഒരു വ്യക്തിയോടോ ഒരു കാര്യത്തിനോടോ അല്ല. നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ചാണ് മുന്നേറുന്നത്. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് മായയെ സമാപ്തമാക്കുന്നു. എപ്പോഴാണോ നമ്മളുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്, അപ്പോൾ മായ ഈ ലോകത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യപ്പെടുന്നു, സമാപ്തമാകുന്നു. അങ്ങനെയാണ് നാം ദേവീ സ്വരാജ്യം സ്ഥാപിക്കുന്നത്, ദേവീ രാജധാനി സ്ഥാപിക്കുന്നത്. ആരെത്രയാണോ ഈ കാര്യത്തിൽ പരിശ്രമിക്കുന്നത്, ആരെത്രത്തോളം സഫലമാകുന്നുവോ അതിനനുസരിച്ച് അവർക്ക് ഇതേ ദേവീ രാജധാനിയിൽ സ്ഥാനവും ലഭിക്കുന്നു. നാം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത്രയും നമ്മൾക്ക് റിട്ടേൺസും ലഭിക്കുന്നു. ചോദ്യം: നിങ്ങൾ ആത്മീയ സേവാധാരി കുട്ടികൾ എല്ലാവർക്കും ഏത് കാര്യത്തിൻ്റെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം: നിങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് അതേ മഹാഭാരത യുദ്ധത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ പഴയ ലോകം വിനാശമാകേണ്ടതാണ്. ബാബ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനാശത്തിന് ശേഷം പിന്നെ ജയ ജയ ആരവമുണ്ടാകും. നിങ്ങൾ പരസ്പരം അഭിപ്രായം ആരായണം, എങ്ങനെ വിനാശത്തിന് മുന്നേ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകാം എന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മീയ സേവാധാരികളാണ്. ആത്മീയ സേവാധാരികളായ കുട്ടികൾ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതേ മഹാഭാരത യുദ്ധത്തിൻ്റെ സമയമാണ്. മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്, ആ യുദ്ധത്തിൽ സമ്പൂർണമായും അധർമ്മത്തെ തോൽപ്പിച്ചു എന്നാണ്. അതിനുശേഷം ധർമ്മത്തിൻ്റെ രാജ്യം സ്ഥാപിതമായി. ഈ സമയം മുഴുവൻ ലോകത്തിലും അധർമ്മം നിറഞ്ഞിരിക്കുകയാണ്. എത്ര തന്നെ വലുതാണെങ്കിലും എത്ര തന്നെ കാഠിന്യമേറിയതാണെങ്കിലും ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം അധർമ്മമെല്ലാം നശിക്കുന്നു, ഒരു സത്യധർമ്മം സ്ഥാപിതമാകുന്നു. ഈ പഴയ ലോകം വിനാശമാകുക തന്നെ വേണം. കാരണം ബാബ പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. വിനാശ സമയത്ത് നിലവിളിയായിരിക്കും, എന്നാൽ അതിനുശേഷം ജയ ജയ ആരവമായിരിക്കും. നമ്മൾ ആത്മീയ സേവാധാരികൾ ചെയ്യേണ്ടതാണ് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വിനാശത്തിന് മുന്നേ തന്നെ ബാബയുടെ പരിചയം ലഭിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത്, നാം സേവനം ഏത് തരത്തിൽ ചെയ്യണം എന്നത് പരസ്പരം സംസാരിക്കണം, അഭിപ്രായം എടുക്കണം. ഗീതം: നിങ്ങൾ രാത്രി ഉറങ്ങി നഷ്ടപ്പെടുത്തി, പകൽ ഭക്ഷിച്ച് നഷ്ടപ്പെടുത്തി, വജ്രതുല്യമായ ജീവിതം കക്കയ്ക്ക് സമാനമായി തീർന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ വിശ്വത്തിൻ്റെ അധികാരി ആകുന്ന പഠിത്തം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിനാൽ ഒരിക്കലും എനിക്ക് സമയമില്ല എന്ന് പറയരുത്. ശ്രീമത്തനുസരിച്ച് ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഭാരതത്തെ സ്വർഗമാക്കാനുള്ള സേവനം ചെയ്യണം. 2.
പരസ്പരം വളരെ മധുരമുള്ള ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ബാബയുടെ ഡയറക്ഷനാണ് സദാ ഓർമ്മയുണ്ടായിരിക്കണം. ഹിയർ നോ ഈവിൽ, ടോക്ക് നോ ഈവിൽ, സീ നോ ഈവിൽ, തിങ്ക് നോ ഈവിൽ. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുകയാണ്, ഇത്രയും ഉയർന്ന വിശ്വത്തിൻ്റെ അധികാരിയായ ബാബ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് സത്തോപ്രധാനമാക്കുന്നതിന് വന്നിരിക്കുകയാണ്. ഇത്രയും മഹാൻ ഹസ്തി വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ബാബയുടെ അടുക്കൽ വന്ന് പഠിത്തം പഠിക്കാൻ തനിക്ക് സമയമില്ല എന്നൊരിക്കലും പറയരുത്. ഇത് വളരെ വലിയ അപമാനമാണ്. ബാബയുടെ ശ്രീമത്താണ് നാം ഭാരതത്തെ സ്വർഗമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. അത് ശരീരം, മനസ്സ്, ധനം കൊണ്ട് ചെയ്യണം. ഇത് ഏറ്റവും വലിയ പുണ്യ കർത്തവ്യമാണ്. ഇതിന് ഫലവും അത്രയും ഉയർന്നതാണ്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പരസ്പരം ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ പറയണം. മറ്റുള്ളവരിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ തന്നെ കേൾക്കുകയും വേണം. ബാബയുടെ ഈ ഒരു ശ്രീമതം ഒരിക്കലും മറക്കരുത്. മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്, മോശമായത് സംസാരിക്കരുത്, മോശമായത് ചിന്തിക്കരുത്. വരദാനം: പരിധിയുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും മേൽ ജയം പ്രാപ്തമാക്കുന്ന കാമജീതരും ജഗത് ജീതരുമായി ഭവിക്കട്ടെ. കാമവികാരത്തിൻ്റെ അംശമാണ് എല്ലാ പരിധിയുള്ള ആഗ്രഹങ്ങളും. ഒന്നുണ്ട് വസ്തുക്കളോടുള്ള കാമന, മറ്റൊന്നാണ് വ്യക്തിയിലൂടെയുള്ള പരിധിയുള്ള പ്രാപ്തിയുടെ. മൂന്നാമത് ബന്ധങ്ങൾ നിറവേറ്റുന്നതിൽ, നാലാമത് സേവന ഭാവനയിൽ പരിധിയുള്ള ആഗ്രഹങ്ങളുടെ ഭാവം. ഏതെങ്കിലും വ്യക്തിയിലോ വസ്തുവിലോ വിശേഷ ആകർഷണമുണ്ടാകുക, ആഗ്രഹമില്ല എന്നാൽ നല്ലതായി തോന്നുന്നു, ഇതും കാമവികാരത്തിൻ്റെ അംശമാണ്. എപ്പോൾ ഈ സൂക്ഷ്മ അംശവും സമാപ്തമാകുമോ അപ്പോൾ പറയും കാമജീതരും ജഗത് ജീതരും എന്ന്. ആരാണോ കാമവികാരത്തെ ജയിച്ചിട്ടുള്ളത് അവരാണ് ലോകത്തെ ജയിച്ചിട്ടുള്ളത്. കാമവികാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ്, അംശമായ രൂപമാണ് കാമനകൾ, അതായത് ആഗ്രഹങ്ങൾ. വസ്തുക്കളോടുള്ള ആഗ്രഹമുണ്ട്, വ്യക്തികളിൽ നിന്നുള്ള പ്രാപ്തികളുടെ, അതായത് പരിധിയുള്ള പ്രാപ്തികളുടെ ആഗ്രഹമുണ്ട്, ബന്ധങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ആഗ്രഹമുണ്ട്, നാലാമത്തേത് സേവനത്തിൽ പരിധിയുള്ള ആഗ്രഹങ്ങളുടെ ഭാവമുണ്ട്. മാത്രമല്ല ഏതെങ്കിലും വസ്തുവോ വ്യക്തിയോ ആഗ്രഹമില്ല പക്ഷെ നല്ലതായി തോന്നുന്നു എന്നതും ഒരു കാമവികാരത്തിൻ്റെ അംശമാണ്. എല്ലാ സൂക്ഷ്മ അംശത്തെയും സമാപ്തമാക്കുമ്പോഴാണ് കാമത്തെ ജയിച്ചവർ ജഗത്തിനെ ജയിച്ചവരാകുന്നത്. ആര് തൻ്റെ മനസ്സിനെ പൂർണ്ണമായും ജയിച്ചുവോ അവരാണ് ലോകത്തെയും ജയിക്കുന്നത്. സ്ലോഗൻ: ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവിലൂടെ ദിലാരാമനായ ബാബയുടെ ആശീർവാദമെടുക്കുന്ന അധികാരി ആകൂ. ദിലാരാമൻ എന്നാൽ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ്. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവൻ ബാബയാണ്. ബാബയുടെ ഹൃദയത്തെ നമുക്കെങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? അത് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവിലൂടെയാണ്. നാം തെറ്റ് ചെയ്തുവെങ്കിൽ അത് നാം തിരിച്ചറിയുക. നാം എന്ത് ജ്ഞാനത്തിൻ്റെ പോയിൻ്റ് കേട്ടുവോ അതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിനെ അനുഭവ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിലൂടെ അത് നാം തിരിച്ചറിയുകയാണ്. ഇപ്രകാരമാണ് നാം ബാബയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദത്തിന് പാത്രമാകുന്നത്. ഓം ശാന്തി.